ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസമായി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവുമെന്ന് വിചാരിച്ചു. വലിയ സ്പെഷ്യലായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ശിവരാത്രി ആഘോഷങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ പോകാറൊന്നുമില്ല. അപ്പം രാവിലെയായി, എണീറ്റു, കുളിച്ച് വിളക്കണിച്ചു. അമ്പലത്തിൽ പോണ്ടേ വെച്ചോ എനിക്ക് എണീറ്റ് കുളിക്ക്. ഞങ്ങളിവിടെ അടുത്തുള്ള വേങ്ങശ്ശേരിക്കാവ്, അവിടെ ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പോയി തൊഴാൻ പോകണമെന്ന്. ഇന്നവർക്ക് ക്ലാസ് ഇല്ലല്ലോ, ശിവരാത്രി ഇല്ലേ. പോയിട്ട് വരാം. രാവിലെ എണീറ്റ് കുളിച്ചു വിളക്കാണിച്ചു, ഡ്രസ്സ് മാറി ഇതാ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ജാനിക്കുട്ടി ഇതാ ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ജാനിക്കുട്ടിക്ക് ഈ ഉടുപ്പ് വലിയ ഉടുപ്പാണ്, ഇത് ലൂസാണ് ആൾക്ക്. പക്ഷേ ചേച്ചിമാരായിട്ട് മാച്ച് ആക്കിയിട്ട് ഇട്ടതാണ് ഞങ്ങൾ. പിന്നെ പൊന്നും ലച്ചുന്താ ഒരു സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ കാറിൽ കയറിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്ക് കുറച്ച് പൂവ് അമ്പലത്തേക്ക് പൊട്ടിക്കാമെന്ന്. അപ്പോൾ പൊന്നു ഓടിപ്പോയിട്ട് ചെമ്പരത്തിയും തുളസിയൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഇത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ സാധാരണ നല്ലൊരു വ്യൂ ആണ് എൻ്റെ. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞ് ഉമ്മറം കാണുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു. ഞാൻ വിചാരിച്ചു രാവിലെ ഒന്ന് പൂവൊന്നും വിരിഞ്ഞില്ലല്ലോ എന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെമ്പരത്തിയൊക്കെ വിരിഞ്ഞു. അപ്പോൾ അതാ പൊന്നു ചെമ്പരത്തിയും ഞാനും കൂടി പൊട്ടിക്കാൻ, കാരണം ലേറ്റായി വേഗം വരാൻ വേണ്ടി ഏട്ടൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ഈ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. ഇവിടെ ദേവിയും ശിവനും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ 3 അമ്പലമായിട്ടാണുള്ളത്. വേങ്ങശ്ശേരിക്കാവ് നല്ലൊരു ആംബിയൻസ് ആണ്, പാടത്തിൻ്റെ നടുവിലായിട്ടുള്ളൊരു അമ്പലം. ഇവിടുത്തെ പൂരമാവാറായി, പക്ഷെ പൂരത്തിനൊന്നും നമ്മൾ പോകാറില്ല. തട്ടകത്ത് അമ്പലം ഇതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടുന്ന് മൈക്കയിൽ നാമം ചൊല്ലുന്നതൊക്കെ കേൾക്കാണ്ട് നല്ലൊരു പോസിറ്റീവ് ഫീലായിരുന്നു. രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ, കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ശിവരാത്രി അല്ലേ, അപ്പോൾ തൊഴാനൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ജാനിക്കുട്ടി നല്ല അമ്പലം അല്ലേ, നടന്നു. ജാനിക്കുട്ടിക്കാണെങ്കിൽ എന്താ പറയുക, അമ്പലത്തിൽ പോയ പുണ്യാഹവും കുറിയിടലും അയ്യോ ഭയങ്കര ബഹളമാണ്. പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ അമ്മയ്ക്ക് ഞാൻ പുണ്യാഹം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പായസം വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പായസം മേടിക്കുകയാണ് ഏട്ടനും പിള്ളേരും. പിന്നെ ഈ കാണുന്നതാണ് ശിവൻ്റെ അമ്പലം, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് വിഷ്ണുവിൻ്റെ അമ്പലം കേട്ടോ. അങ്ങനെ 3 തരത്തിലായിട്ടാണുള്ളത്. അങ്ങനെ പായസം കിട്ടി. ജാനിക്കുട്ടി ആകെ കൂടി കഴിക്കുന്നൊരു പായസമാണ് അമ്പലത്തിലെ പായസം. അപ്പോൾ അവൾ അത് അപ്പം തന്നെ കഴിക്കും. അപ്പം തന്നെ ചോദിച്ചിട്ട് നമ്മളിന്ന് മേടിച്ച് കഴിക്കും. ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇതൊക്കെ ലച്ചമ്മോൻ്റെ ഓരോരോ കുറുമ്പുകളാണ് കേട്ടോ. ഞാൻ പറയുന്നുണ്ട് പോയിരുന്ന് പഠിക്കുക, എക്സാം അല്ലേന്ന്. എവിടെ എൻ്റെ കൂടെ അടുക്കളയിൽ തട്ടിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് ഒരിക്കലല്ല വ്രതമാണല്ലോ. ഇന്നലെ നമ്മൾ ഒരിക്കലെടുത്തു, ഇന്ന് ഇപ്പോൾ വ്രതമുണ്ട്. അപ്പോൾ ഇന്ന് നോൺ വെജൊന്നുമില്ല. പിന്നെ ഒരു നേരം അരിയാഹാരം കഴിക്കാമെന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ റവയുടെ ഉപ്പുമാവായിട്ട് ഉണ്ടാക്കണം, കാരണം ഇനിയിപ്പോൾ നേരമില്ല. അപ്പോൾ പെട്ടെന്ന് റവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ ഉപ്പ്, മുളക്, കടുക് ഇതൊന്നും എടുക്കില്ല. വേറെ ഫ്രഷ് ആയിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടാവും, അതാ യൂസ് ചെയ്യാട്ടെ ഇങ്ങനെ വ്രതമൊക്കെ വരുമ്പോൾ. പിന്നെ ഇറച്ചി മീനും ഒന്നും യൂസ് ചെയ്ത പാത്രങ്ങളൊന്നും എടുക്കില്ല. അപ്പം ഞാനിതാ വേഗം ഉപ്പുമാവ് റെഡിയാക്കുന്നുണ്ട്. ഉപ്പുമാവൊക്കെ ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ഉപ്പുമാവ് വലിയ ഇഷ്ടമല്ല. പിന്നെ അച്ഛന് തിരിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ അച്ഛന് നല്ല കറിയൊക്കെ കൂട്ടി, നല്ല എരിവുള്ള കറിയൊക്കെ കൂട്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഞങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും അച്ഛന് വേണ്ടിയിട്ട് മേടിക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ അമ്മ പറഞ്ഞു വേണ്ട, ശരി നമുക്കൊന്ന് ഉപ്പുമാവ് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പിന്നെ വേഗം അത് തന്നെയുള്ള റെഡിയാക്കലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉള്ളി ഞങ്ങൾ കൂട്ടിയിട്ടില്ല, ക്യാരറ്റും
കുറേ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ, നന്നായി എരിവുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു, വെളിച്ചെണ്ണയും നെയ്യൊക്കെ കൂടി ചേർത്ത് കടുക് വരച്ചിട്ട് പച്ചക്കറികളൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് വഴറ്റിയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് ഇതൊന്നും അല്ലല്ലോ എടുക്കുന്നത്, കാരണം ഓരോന്നും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പം ഞാനതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. പിന്നെ സമയമായി തുടങ്ങി, എല്ലാവർക്കും വിശക്കണമുണ്ട്. രാവിലെ നേരത്തെ എണീറ്റ വഴിക്കാൻ ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കുകയായിരുന്നു. പിന്നെ ഞാനത് ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്തു, കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് അമ്പലത്തിൽ പോകാനുള്ള പരിപാടികളൊക്കെ നോക്കി. ലച്ചു ആണെങ്കിൽ റവയുടെ പാക്കറ്റും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഞാൻ പൊട്ടിച്ചിടാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വറുത്ത റവയാണ്. ഞാൻ ഓടിപ്പോയിട്ട് നമ്മുടെ സിദ്ദിഖാൻ്റെ കടവിടെ ഉണ്ടാവുന്ന ഓടിപ്പോയിട്ട് വേഗം മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ലച്ചു ഞാനിടാട്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്നത്. നീ ഇട്ടോ, ഞാൻ ഇളക്കാമെന്നും പറഞ്ഞിട്ട് അവൾ ഇതായിടുന്നു, ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇച്ചിരി വെള്ളം കൂടിയ പോലെ ആദ്യം തോന്നി, പിന്നെ ഉപ്പിച്ചിരി കുറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉപ്പിഞ്ഞിപ്പോൾ ഇട്ടിട്ട് ആ കലമ്പാക്കാനൊന്നും നിന്നില്ല. സിമ്മിലിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് വെള്ളം കറക്റ്റാക്കി. പിന്നെ കുറച്ച് നേരം തുറന്ന് വെച്ചപ്പോൾ കറക്റ്റ് പാകം തന്നെയായിട്ടാണ്. ഉപ്പുമാവ് കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഉപ്പുമാവിൽ കുറച്ച് നെയ്യൊക്കെ വേണം. അപ്പം ഞാൻ കുറച്ചുകൂടി നെയ്യൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പുമാവൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചു. അങ്ങനെ മേശയുടെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ മേശമില്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ സാധനങ്ങളും മേശമേലും കസാരമേലും അവിടെ ഇവിടെ ഒക്കെ വലിച്ചു. പിന്നെ അതൊക്കെ ഒതുക്കി വെച്ചത് ആ മേശമ ഉപ്പുമാവ്, പഴം പുഴുങ്ങിയത്, കട്ടൻ ചായ, പപ്പടം, പഞ്ചസാര ഒക്കെ കൊണ്ടുവച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം വാഴയില വെട്ടാൻ പോയി. നമ്മൾ ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ ഇലയിൽ കഴിക്കും, അല്ലാത്ത ദിവസങ്ങളിൽ ഇലയിൽ കഴിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാത്രം കഴുകാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇല മുറിക്കാറുണ്ട് കേട്ടോ. പിന്നെ മത്തിക്കാണെങ്കിൽ നമ്മൾ ഇല മുറിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ വ്രതമുള്ള ദിവസങ്ങളിൽ ഞാൻ ഇല പൊട്ടിക്കാൻ വേണ്ടി പോകും. അപ്പം ഞാൻ എപ്പോൾ പോയാലും ഈ ഒരു വാഴയെന്നാണ് പൊട്ടിക്കുകയുള്ളൂ. ഈ വീട്ടിൽ എത്രയോ വാഴകളുണ്ടെങ്കിലും ഞാൻ ഓടിപ്പോയിട്ട് ഇവിടുന്ന് പൊട്ടിക്കാറ്. രാവിലെ മിക്കവാറും എല്ലാവരും ഒരുമിച്ച് ആവില്ല ചായ കുടിക്കുക, ഓരോരുത്തരും ഓരോ സമയത്തായിരിക്കും ചായ കുടിക്കുക. അച്ഛൻ തിരി കഴിഞ്ഞ് വന്നിട്ടാവും അച്ഛൻ ചായ കുടിക്കുക. വാച്ചി വന്നിട്ടുണ്ട്, വാച്ചി മീനാക്ഷി വന്നിട്ടുണ്ട്. കണ്ണാൻ തുമ്പി വെച്ചരട്ടെ, കളിക്കോ? ഓക്കെ ശരി. ഇന്ന് ഉപ്പേരിക്ക് കൂർക്ക വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കൂർക്ക തലേദിവസത്തിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ചാക്കുണ്ടല്ലോ, അതിലിട്ടിട്ട് നമ്മൾ തിരുമ്മണ കല്ലിലിട്ടിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കും. കുറേശ്ശിട്ടിട്ട് നന്നായിട്ട് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് തോലും ഒരുവിധം ഒരു 90% എങ്കിലും തോല് പോയി കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ചാക്കിലിട്ട് തല്ലേ ചെയ്യുക, അപ്പോൾ അധികം അങ്ങനെ പോവാറില്ല. പക്ഷേ ഇത് മൊത്തത്തിൽ പോവും. എന്നിട്ട് 2-3 തവണ കഴുകി എടുത്തു കഴിഞ്ഞാൽ കൂർക്ക പെട്ടെന്ന് തന്നെ വൃത്തിയായി. ജാനിക്കുട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ണിക്ക് ചോറായിട്ട് ഉമ്മർത്ത് വന്നിരിക്കുക. അപ്പോൾ കറക്റ്റ് ആ സമയത്തിന് ഏട്ടൻ ഐസ്ക്രീമും കൊണ്ട് വന്നു. പിന്നെ അവൾക്ക് ചോറ് വേണ്ട, ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. പിന്നെ ചോറും പിടിച്ചിട്ട് ഞാനങ്ങനെ ഇരിക്കുക. പിന്നെ ഉച്ച സമയമായി, അമ്മ അവിടെ കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. കൂർക്കൊക്കെ നന്നാക്കി അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഞാനത് വറുത്തിടാൻ പോവാം. അപ്പോൾ ഉള്ളിയൊന്നും കൂട്ടണില്ലല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, വേപ്പിലിട്ടു, കടുകിട്ട് പൊട്ടിച്ചു, മുളകും പൊടി ഇട്ടു, കരിഞ്ഞു പോണ കണ്ടപ്പോൾ ഓഫാക്കി. എന്നിട്ട് അതിലേക്ക് കൂർക്കൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് എരിവില്ലാണ്ട് പിള്ളേർക്കും എരിവിട്ടിട്ട് ബാക്കിയുള്ളവർക്കും എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഇന്നത്തെ കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പും ചക്കക്കുരും മാങ്ങയും പിന്നെ വെള്ളരിക്കൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പം ഞങ്ങൾ കട്ടൻ ചായയും കൂർക്കുപ്പേരിയാണ് കഴിച്ചത്, വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അത്രേ ഉള്ളൂ. അങ്ങനെ ഉച്ചയ്ക്ക് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് വന്നതാ. വ്രതമൊക്കെ എടുത്ത് കഴിഞ്ഞ് കിടക്കാനും ഉറങ്ങാനൊന്നും പാടില്ലല്ലോ. പക്ഷെ ഞാൻ ഉണ്ണീനെ ഉറക്കാൻ വേണ്ടിയിട്ട് വന്നതാ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, ആ ഒരു പരിപാടിക്ക് പോയി. ഏട്ടനും പിള്ളേരും അവിടെ കിടന്ന് കുത്തി മറിയുന്നു. ഏട്ടനാണെങ്കിൽ ഉറങ്ങി കിടക്കുന്ന കുട്ടീനെ ഉറക്കാൻ കിടന്നു കഴിഞ്ഞ് അതിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക, അതൊക്കെയാണ് അതിൻ്റെ പണി. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇത് നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ, ഈ ഒരു മസാല ഓട്സ്. അപ്പോൾ അത് അച്ഛന് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അടുപ്പത്ത് വെച്ചു. പിന്നെ രാത്രിക്ക് ഞങ്ങൾക്ക് കൂവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കൂവ കുറുക്കിയത്. ഏട്ടന് കൂവ കുറുക്കിയത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്കും അത് കഴിക്കാമല്ലോ. അതിനുള്ള തേങ്ങ പൊളിക്കുകയാണ്. തേങ്ങയാണെങ്കിൽ പൊളിച്ചിട്ടും കിട്ടുന്നില്ല, നല്ല ഉറപ്പുള്ള തേങ്ങയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു പച്ചക്കറി നമുക്ക് കുറേ പൊട്ടിക്കാനുണ്ട്, തക്കാളിയും അതുപോലെ പയറും വെണ്ടയ്ക്കും അമരക്കായും കൈപ്പയ്ക്കും കുക്കുംബറൊക്കെ പൊട്ടിക്കാനുണ്ട്, അപ്പോൾ അത് ഓരോന്ന് പൊട്ടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അതൊക്കെ പൊട്ടിക്കാണ്.
നമുക്കിപ്പോൾ ഡെയിലി കുറച്ച് തക്കാളി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി കിട്ടാറുണ്ട്. പിന്നെ ഒരു ദിവസത്തേക്ക് ഉപ്പേരി വെക്കാനുള്ളതൊക്കെ കിട്ടാറുണ്ട്. പയറൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വെച്ച് ഒരു ദിവസത്തേക്കുള്ള ഉപ്പേരി വെക്കാനുള്ളതും ഒരു സാമ്പാർ വെക്കാനുള്ളതൊക്കെ കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്നും അടിക്കാറില്ല. വീട്ടിലമ്മ മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അടിച്ച് പരിപാലിക്കണത്. രാവിലെയും വൈകിട്ടൊക്കെ മരുന്നൊക്കെ അടിക്കാറുണ്ട്. എല്ലാവരും കൂടി കൂടുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് നല്ല കൃഷിയൊക്കെ ചെയ്യാമെന്നൊക്കെ അമ്മ നടന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനൊക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് ഞാൻ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രിപ്പ് പോയ വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. മൂകാംബികയിൽ നിന്ന് നമ്മൾ ധർമ്മസ്ഥലം പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ആരും അഭിപ്രായം ഒന്നും പറയുന്നില്ല. എന്തായാലും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് വീഡിയോസ് വരും. ഒരു ധർമ്മസ്ഥലത്തല്ല വേറെ സ്ഥലത്ത് പോയതൊക്കെ ലോങ് വീഡിയോ ആയിട്ട് വരും. എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പിള്ളേരുടെ എക്സാം എടുത്തു, അവരെ പഠിപ്പിക്കണം. ഇപ്പോൾ ഇച്ചിരി ബിസിയാണ്. വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അതൊക്കെ മാറ്റാമല്ലോ എന്നുള്ളൊരു തന്നെ എനിക്കുണ്ട്. അപ്പോൾ ആരൊന്നും പറയുന്നില്ല. പിന്നെ അപ്പം പച്ചക്കറിയൊക്കെ പൊട്ടിച്ചു. ഇന്ന് ഇത്രയും പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഓട്സിലേക്ക് വേണ്ട കുറച്ച് മല്ലിയില പൊട്ടിക്കാൻ വേണ്ടി പോയി. ഞാൻ എപ്പോഴും ഓടി വന്നിട്ട് ഇവിടെ നിന്നാണ് മല്ലിയില പൊട്ടിക്കാൻ. അങ്ങനെ ഞാൻ വന്നപ്പോഴേക്കും ഓട്സൊക്കെ നല്ല കട്ടയായിട്ട് ഭയങ്കര തിക്കായിപ്പോയി. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി. അപ്പോഴേക്കും അച്ഛൻ വന്നു. അപ്പം അച്ഛനെ ഓട്സ് തരട്ടേന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, ഞാൻ രാവിലെ കുടിച്ചതാണ്. അതായത് പാൽ ഒഴിച്ചിട്ട് രാവിലെ അച്ഛൻ കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, ഇത് മസാല ഓട്സാണ്, ഇതൊന്ന് കുടിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ നീ എടുത്തിട്ട് വായോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി ഒരു പ്ലേറ്റിൽ കുറച്ച് ഓട്സ് എടുത്തു. അപ്പോൾ അത് നല്ല തിക്കായ കാരണം അച്ഛന് അത്ര തിക്കായിട്ടുള്ളത് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചും കൂടി കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി കൊടുത്തപ്പോൾ അച്ഛന് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്, അമ്മമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർക്കെല്ലാം കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കൂവ കുറുക്കാനുള്ള തേങ്ങ ചെരുകാൻ വേണ്ടി വന്നേക്കട്ടോ. അപ്പോൾ 2 തേങ്ങ പൊളിച്ചിട്ടുണ്ടായിരുന്നു. 2 തേങ്ങ വെട്ടിയിട്ട് 1.5 തേങ്ങ ചെരുകി അതിൽ ബാക്കി പകുതി തേങ്ങ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് 3-ാം പാലും കൂവപ്പൊടിയും ഏലക്കയും ശർക്കരയും എല്ലാം കൂടിയിട്ടിട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഉരുളി വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ട് നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ ഒരു ബാറ്ററും കൂടി അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അങ്ങനെ കുറുക്കിയെടുത്തു. അങ്ങനെ കുറച്ച് കട്ടിയായപ്പോൾ 2-ാം പാൽ ഒഴിച്ചെടുത്തു. അങ്ങനെ 2-ാം പാൽ ഒഴിച്ചെടുത്തു. അതും കട്ടിയായപ്പോൾ മധുരം കുറവാണെന്ന് തോന്നി. അപ്പോൾ കുറച്ചും കൂടി ശർക്കര ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് വീണ്ടും ലാസ്റ്റ് തീ ഓഫാക്കിയിട്ട് ഞാൻ 1-ാം പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഏട്ടൻ വന്ന് ചോദിക്കേണ്ടത് ഇതെന്താ ഇങ്ങനെയെന്ന്. അതായത് ഏട്ടൻ എന്തോ വൈറ്റ് കളറിലുള്ള കൂവ കുറുക്കിയതാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വൈറ്റ് കളറിലല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ നല്ല ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഏട്ടന് കൊടുത്തപ്പോൾ ഏട്ടൻ നന്നായിട്ടുണ്ട്, രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. ശിവരാത്രി വ്രതം എനിക്കും അമ്മയ്ക്കും അമ്മമ്മയ്ക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. പിള്ളേർ നോണ് കഴിച്ചില്ല, പക്ഷെ ഐസ്ക്രീമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് കഴിച്ചിരുന്നു. പിന്നെ അവർ രാത്രി കൂവ കുറുക്കിയത് തന്നെയാണ് കഴിച്ചത്. ഏട്ടനൊക്കെ വേറെ പുറത്തുനിന്ന് പോയിട്ട് ഫുഡ് മേടിച്ച് കൊടുത്തിട്ട് അവർ രാത്രി കഴിച്ചു. കാരണം അവർ പറഞ്ഞു നിങ്ങൾ എന്നെ വ്രതം എടുത്തു, നിങ്ങൾക്ക് എന്നും വ്രതമാണ്, അപ്പം നിങ്ങൾ എന്നെ അതെടുത്തോന്ന് പറഞ്ഞു. അവരൊന്നും വ്രതം എടുക്കാൻ കൂടിയില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, എന്നാൽ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം പുറത്തുനിന്ന് പോയിട്ട് മേടിച്ചു തന്നാണ്. അപ്പോൾ അവരത് പോയിട്ട് മേടിച്ചു കൊണ്ടുവന്നു. അവർ രാത്രി അത് കഴിച്ചു. അപ്പോൾ വൈകുന്നേരം പിള്ളേർ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം പഠിച്ചേ ചെയ്തില്ല, ഫുള്ള് കളി തന്നെയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നാമൊക്കെ ചൊല്ലി പൊന്നിനും ലച്ചുവിനും ഞാൻ നാമം ചൊല്ലിയിട്ട് വേഗം പഠിക്കാൻ കൊണ്ടുപോയി. കുറച്ച് നേരം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഒരു ഉറക്കം വരിക, വിശക്കുക. അപ്പോൾ പിന്നെ വ്രതമൊക്കെ എടുത്തതല്ലേ, ഞാൻ പറഞ്ഞു വേഗം എന്നാൽ ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞപ്പോൾ പൊന്നൂന് ഇഷ്ടമാണ് കൂവപ്പായസം പപ്പടം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പാലട പായസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള പായസം ആർക്കും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പപ്പടം കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അമ്പലത്തിൽ പോയി തൊഴുതു, അത്ര തന്നെ ഉള്ളൂ അല്ലേ? ബായ് പറഞ്ഞേ. സബ്സ്ക്രൈബ് എന്ന് പറ, ലൈക്ക് പറ,
ടാറ്റാ.